ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് അതുപോലെ തന്നെ ആ സെയിം അക്കൗണ്ട് തന്നെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം സാധാരണ നമ്മൾ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്നും വാട്സപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിവിടെ ടാസ്ക് ബാറിൽ സ്റ്റോറ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ഐക്കണിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്നും മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതുമല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വാട്സപ്പ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് മൗസ് പോയിന്റർ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ആക്റ്റീവായി. ഇവിടെ ഗെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വാട്സപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ഗെറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്കിത് ക്രോമിൽ നിന്നും എടുക്കാവുന്നതാണ്. അതിനായി ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വാട്സപ്പിൻ്റെ വെബ്സൈറ്റാണിത്. https://www.whatsapp.com അത് സെലക്ട് ചെയ്യുക. പിന്നീട് ലോഗിൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു QR കോഡ് വന്നു. ഇങ്ങനെ QR കോഡ് കണ്ട ശേഷം മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടോപ്പിൽ റൈറ്റിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലിങ്ക് ഡിവൈസസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ലിങ്ക് എ ഡിവൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ക്യാമറ താനെ ഓപ്പൺ ആകും. നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡായ ശേഷം ഫോണിൽ ഇങ്ങനെ വരും. ഈ ബാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് പോകാം. നമ്മുടെ കമ്പ്യൂട്ടറിലും വാട്സപ്പ് ഓപ്പൺ ആയി. ഇനി നമുക്ക് ഒരേ സമയം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഈ വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാം. മെസ്സേജസ് സെൻഡ് ചെയ്യാം, വ്യൂ ചെയ്യാം, റിപ്ലൈ ചെയ്യാം, കോൾ ചെയ്യാം. എല്ലാം സാധാരണ രീതിയിൽ നമ്മൾ മൊബൈൽ ഫോണിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് പോലെ എല്ലാം ഈ 2 ഡിവൈസിൽ നമുക്ക് ഈ വാട്സപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെ ലിങ്ക് ചെയ്ത ശേഷം 2 ഡിവൈസിൽ നിന്നും ഒരേ സമയം തന്നെ ഒരേ കോൺടാക്റ്റിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം. അങ്ങനെ അയക്കുമ്പോൾ 2 ഡിവൈസിൽ നിന്ന് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചതായിട്ട്. കാരണം ഇവിടെ ഡിവൈസ് 2 ആണെന്നേ ഉള്ളൂ, വാട്സപ്പ് അക്കൗണ്ട് 1 തന്നെയാണല്ലോ. ഈ ലിങ്ക് ഡിലീറ്റ് ചെയ്യാനായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്യാനായി ഈ 3 ഡോട്ട്സ് സെലക്ട് ചെയ്യുക. പിന്നീട് ലോഗൗട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും ലോഗൗട്ട് സെലക്ട് ചെയ്യുക. മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യാനായി ഇവിടെ ടാപ്പ് എ ഡിവൈസ് ടു ലോഗൗട്ട് എന്ന് എഴുതിയിരിക്കുന്നതിന് താഴെ ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് ലോഗൗട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടറിലും ലോഗൗട്ട് ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.